ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 2024 മാർച്ച് മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അല്ലേ. ഏപ്രിൽ മാസത്തിലും മുമ്പ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഒത്തിരി മൂവീസ് റിലീസ് ആവാനുണ്ട്. അതിൽ തന്നെ കുറേ മൂവീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 2024 ഏപ്രിൽ മാസം ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്ന മൂവീസ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പറയാനുള്ളത് ഏപ്രിൽ 5-ാം തീയതി റിലീസാവുന്ന മൂവീസിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ദുക്കാൻ എന്നൊരു ഹിന്ദി മൂവിയാണ്. ഞാനതിൻ്റെ ട്രെയിലർ കണ്ടിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ വന്നെങ്കിൽ പോയി കാണാമെന്ന് വിചാരിക്കുന്നൊരു മൂവിയാണ്. സിദ്ധാർത്ഥ് ഗാരിമ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. 2 ഡയറക്ടേഴ്സാണ്. അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ആയിട്ടാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത്. ബാക്കി മൂവിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒന്നും അധികം അവൈലബിൾ അല്ല. അപ്പം മൂവി നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്തത് ഏപ്രിൽ 5-ാം തീയതി റിലീസാകാൻ പോകുന്ന മറ്റൊരു മൂവിനെ പറ്റിയാണ്. ഇതൊരു തെലുഗു മൂവിയാണ്. ഫാമിലി സ്റ്റാർ എന്നാണ് മൂവിയുടെ പേര്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് വിജയ് ദേവരകൊണ്ടയും മൃണാൽ താക്കൂറുമാണ്. പരശുരാമാണ് മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളിയായിട്ടുള്ള ഗോപി സുന്ദറാണ് അതിൻ്റെ മ്യൂസിക്കും വർക്കും ചെയ്തിരിക്കുന്നത്. ഫാമിലി സ്റ്റാർ ഞാൻ കാണണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. ബട്ട് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുമെന്ന് ഉറപ്പില്ല. പിന്നീടുള്ളത് ഏപ്രിൽ 10-നാണ്. ഹിന്ദി മൂവി ആയിട്ടുള്ള ബഡേ മിയാൻ ചോട്ടേ മിയാൻ അതിൻ്റെ റിലീസാണ്. അക്ഷയ് കുമാർ, ടൈഗർ ഷ്രോഫ്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം രാജുവേട്ടൻ, ഇവരൊക്കെയാണ് മൂവിയിലെ ലീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അലി അബ്ബാസ് സഫറാണ്. വിശാൽ മിശ്രയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സെയിം ഡേ മൈതാൻ എന്നൊരു മൂവിയും റിലീസ് ആവുന്നുണ്ട്. അജയ് ദേവ്ഗൺ ആണ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു മലയാളി സാന്നിധ്യം കൂടി ഈ മൂവിയിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം പ്രിയാമണിയാണ്. പ്രിയാമണി ഇതിലെ ഒരു ലീഡ് ഫീമെയിൽ ക്യാരക്ടറായിട്ട് ചെയ്യുന്നുണ്ട്. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അമിത് രവീന്ദ്രനാഥ് ശർമ്മയാണ്. റഹ്മാൻ സാറാണ് ഈ ഒരു മൂവിയുടെ മ്യൂസിക് ഡയറക്ഷനും ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് ബേസ് ചെയ്ത് വരുന്നൊരു മൂവി ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടെ എക്സ്പെക്ടേഷൻ കൂടെ ഉണ്ടാക്കുന്ന തരത്തിലൊരു ട്രെയിലറാണ് അവർ തന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഏപ്രിൽ 10-ന് നമുക്ക് അതിനെപ്പറ്റിയുള്ള റിവ്യൂ കണ്ടറിയാം. ശേഷം ഏപ്രിൽ 11-ന് സിനിമാ പ്രേമികളായിട്ടുള്ള മലയാളികളുടെ കാശ് പൊട്ടുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിലെ ഫസ്റ്റ് റിലീസ് നമ്മുടെ ആവേശമാണ്. ഫഹദ് ഫാസിൽ, അതുപോലെ തന്നെ രോമാഞ്ചത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സജിൻ ഗോപു, യൂട്യൂബറായിട്ടുള്ള ഹിപ്സ്റ്റർ മിഥുൻ ജയ് ശങ്കർ, റോഷൻ ഷാനവാസ്, ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. മൻസൂർ അലിഖാൻ ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ബാക്കിയുള്ള കാസ്റ്റും ക്രൂവും ഒന്നും നമുക്കധികം റിവീൽ ആയിട്ടില്ല. കാരണം മൂവിയുടെ ട്രെയിലർ ഈ ഏപ്രിൽ മാസം റിലീസ് ആകുമെന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് കാസ്റ്റിനെ പറ്റി കൂടുതൽ നമുക്കറിയാം. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു മാധവനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മ്യൂസിക്കൽ സെൻസേഷൻ ആയിട്ടുള്ള സുഷിൻ ശ്യാമാണ്. അദ്ദേഹവും ഒത്തിരി എക്സ്പെക്ടേഷൻ കൊടുക്കുന്നൊരു മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻ ഒരു മൂവിയാണ്. ഏപ്രിൽ 11-ന് ഞാൻ ആദ്യം കാണാൻ പോകുന്ന മൂവിയും ആവേശമായിരിക്കും. അടുത്തത് ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിൽ വരുന്നൊരു മൂവിയാണ്. എക്സ്പെക്ട് ചെയ്യുന്നൊരു മറ്റൊരു മൂവിയും കൂടിയാണത്. ജയ് ഗണേഷ് എന്നാണ് മൂവിയുടെ പേര്. അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാർ എന്നിവരാണ്. മിന്നൽ മുരളിക്ക് ശേഷം സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ പവർ എന്നൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു മൂവിയാണ്. അതെങ്ങനെ അവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. സോ ജയ് ഗണേഷ് ആയിരിക്കും ഞാൻ രണ്ടാമത് ഏപ്രിൽ 11-ന് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുന്ന ഒരു മൂവി. മുൻപ് പറഞ്ഞ 2 സിനിമകളുടെ കൂടെ ക്ലാഷ് റിലീസായിട്ട് വരുന്ന മറ്റൊരു മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം. എല്ലാവർക്കും അറിയായിരിക്കും വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് മൂവി, അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഡയറക്ടോറിയൽ മൂവി ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ കാസ്റ്റിംഗ് പറയാനാണെങ്കിൽ വമ്പൻ താരനിരയാണ് വരുന്നത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, കല്യാണി പ്രിയദർശൻ, അങ്ങനെ വലിയൊരു കാസ്റ്റിംഗ് ആണ് ഈ മൂവിയിൽ വരുന്നത്. പക്ഷേ മൂവിയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അധികം എക്സൈറ്റഡ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു മൂവി ഞാൻ മൂന്നാമത് പറയുന്നത്. ഞാൻ ഏപ്രിൽ 11-ന് മാക്സിമം കാണാൻ ശ്രമിക്കുന്നതാണ്. കാണുവാണെങ്കിൽ തന്നെ മൂന്നാമതായിട്ട് ഇതിൻ്റെ റിവ്യൂ വരികയുള്ളൂ. പക്ഷേ ഈ മൂവി മസ്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുന്നതുമാണ്. റിവ്യൂ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. തൊട്ടടുത്ത ദിവസം തന്നെ ഏപ്രിൽ 12-ന് മാറ്റി വെച്ച ഒരു മൂവിയുടെ റിലീസ് വരുന്നുണ്ട്. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്നാണ് മൂവിയുടെ പേര്. നമ്മുടെ ഇന്ദ്രജിത്ത് ഇന്ദ്രേട്ടൻ, അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി അലോഷ്യസ് എന്നിവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അരൺ ബോസ് എന്നൊരു ഡയറക്ടറാണ്. ടിൽ നൗ മൂവി തിയേറ്ററിൽ പോയി കാണാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫീൽ ഗുഡ് കാറ്റഗറിയിൽ വരുന്നൊരു മൂവി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാമിലി ഓഡിയൻസ് കയറും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു മൂവി തന്നെ ആവട്ടെ. നെക്സ്റ്റ് റിലീസ് ആവാൻ പോകുന്നത് ഏപ്രിൽ 19-ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാഹി എന്നൊരു മൂവിയാണ്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു ഹിന്ദി മൂവിയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കണക്ട് ആവും. ഹിന്ദിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള രാജ്കുമാർ റാവുവും അതുപോലെ തന്നെ ജാൻവി കപൂറുമാണ് അതിലെ മെയിൻ ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഹിന്ദി മൂവി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം തിയേറ്ററുകളിൽ വരുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഈ ഒരു മൂവിയും കാണാൻ ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ OTT-ൽ കണ്ടതിന് ശേഷം നമ്മൾ മാക്സിമം റിവ്യൂ ചെയ്തിരുന്നതാണ്. പിന്നീട് വരാനിരിക്കുന്ന മൂവി ഏപ്രിൽ 26-ന്
പവി കെയർ ടേക്കർ എന്ന മലയാളം മൂവിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കാം, ദിലീപേട്ടന്റെ നെക്സ്റ്റ് മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനീത് കുമാറാണ്. ഒരു ഫീൽ ഗുഡ് കാറ്റഗറിയിൽ വരുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു മൂവിയാണ്. ഓൾറൗണ്ടർ ആയിട്ടുള്ള ദിലീപേട്ടനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വിനീത് കുമാറാണ്. അദ്ദേഹം ഒരു ആക്ടറാണ്. മുൻപ് അദ്ദേഹം അയാൾ ഞാനല്ല എന്നൊരു മൂവിയും ഡയറക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡിയർ ഫ്രണ്ട് എന്ന മൂവിയും അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തിരുന്നത്. ഈ ലിസ്റ്റിലെ ലാസ്റ്റ് മൂവി സെയിം ഡേ തന്നെയാണ് റിലീസ് ആവുന്നത്. രത്നം എന്നാണ് മൂവിയുടെ പേര്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സിംഗം ഫ്രാഞ്ചൈസി ചെയ്തിരിക്കുന്ന ഹരി എന്ന ഡയറക്ടറാണ്. വിശാൽ, പ്രിയ ഭവാനി ശങ്കർ, യോഗി ബാബു എന്നിവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ആക്ഷൻ ബേസ്ഡ് വരുന്നൊരു മൂവിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കണ്ടറിയാം. ഈ മൂവീസ് ഒക്കെയാണ് ഏപ്രിലിൽ റിലീസ് ആവാനിരിക്കുന്ന കൺഫേം ആയിട്ടുള്ള ലിസ്റ്റ്. ഭാവിയിൽ കുറച്ച് മൂവീസും കൂടെ വരാതിരിക്കാം. അങ്ങനെ വരാൻ സാധ്യതയുള്ള കുറച്ച് മൂവീസിനെ പറ്റി കൂടെ നമുക്ക് പറഞ്ഞാലോ. പല കാലഘട്ടങ്ങളിലായി നീട്ടി വെച്ചിരുന്ന ഒരു മൂവി, അതും ഏപ്രിൽ മാസം റിലീസ് ആവുമെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ഡേറ്റ് ഏപ്രിൽ 28 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ധ്രുവ നക്ഷത്രം എന്നാണ് മൂവിയുടെ പേര്. തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് റിലീസ് ഡേറ്റ് അന്ന് റിലീസ് ക്യാൻസൽ ആക്കിയ മൂവിയും കൂടിയാണ് ധ്രുവ നക്ഷത്രം. ഏകദേശം 10 വർഷത്തിന് മുമ്പ് തന്നെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കുകയും അതിനുശേഷം അതിന്റെ റീടച്ച് എന്ന രീതിയിൽ എക്സ്ട്രാ ഷൂട്ടുകൾ ആഡ് ചെയ്യുകയും ചെയ്തൊരു മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോനാണ്. പാർഷ്യൽ മലയാളി കൂടി ആയിട്ടുള്ള വിക്രം, വിനായകൻ ചേട്ടൻ ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹാരിസ് ജയരാജാണ്. ആ ഒരു മൂവി ഈ മാസം ഇറങ്ങുമെന്ന് പറയപ്പെടുന്നുണ്ട്, കൺഫേം ആയിട്ടില്ല. പക്ഷെ നമുക്കത് കണ്ടറിയാം. എത്ര പേർക്ക് ഈ ഒരു മൂവിനെ പറ്റി അറിയുമെന്നറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മൂവിയുടെ ട്രെയിലർ തന്നെ കാണുന്നത്. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മങ്കി മാൻ എന്നാണ് മൂവിയുടെ പേര്. ഏപ്രിൽ മാസം റിലീസ് ആകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. മാക്സിമം ഏപ്രിൽ തന്നെ റിലീസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. മാക്സിമം ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂവിയാണ് മങ്കി മാൻ. സുരാജ് ഏട്ടൻ, ബിജു മേനോൻ ചേട്ടൻ എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന, മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് നടന്ന സംഭവം. ആ ഒരു മൂവിയും ഏപ്രിൽ മാസമാണ് റിലീസ് ആവാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതും കൺഫേം ആയിട്ടില്ല. ആ ഒരു മൂവി ഇറങ്ങുവാണെങ്കിലും മാക്സിമം നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം റിലീസ് ആകാൻ പോകുന്ന മൂവീസ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും മൂവീസ് അറിയാമെങ്കിൽ അത് താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സെഗ്മെന്റായ മൂവി റിലേറ്റഡ് ന്യൂസുകൾ നമ്മളിനി ഷോർട്സുകളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോവുക. അപ്പോൾ നിങ്ങൾ ഷോർട്സുകളും ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.